നമസ്കാരം. എയർ ഇന്ത്യ പൈലറ്റ് സൃഷ്ടി തുലിയുടെ ദുരൂഹ മരണത്തിൽ കാമുകനെതിരെ കൂടുതൽ ആരോപണവുമായി കുടുംബം. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് അറസ്റ്റിലായ കാമുകൻ സൃഷ്ടിയെ പരസ്യമായി അപമാനിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും പണം തട്ടുകയും ചെയ്തെന്ന് കുടുംബം ആരോപിച്ചു. തിങ്കളാഴ്ചയാണ് സൃഷ്ടി തുലിയെ മുംബൈയിലെ മാറോൾ ഏരിയയിലെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാമുകൻ ആദിത്യ പണ്ഡിറ്റുമായി ഫോണിൽ തുടർന്നുണ്ടായ തർക്കമാണ് ഡേറ്റാ കേബിൾ ഉപയോഗിച്ച് തൂങ്ങി മരിച്ചെന്ന നിഗമനത്തിലേക്ക് എത്തിച്ചത്. അതേസമയം സൃഷ്ടി ആത്മഹത്യ ചെയ്തെന്ന് കുടുംബം വിശ്വസിക്കുന്നില്ല. സംഭവിച്ചത് ആസൂത്രിത കൊലപാതകമാണ്. അവൾ ശക്തയായിരുന്നു, അല്ലെങ്കിൽ അവൾ ഒരിക്കലും പൈലറ്റ് ആകുമായിരുന്നില്ല. അവളുടെ സുഹൃത്ത് ആദിത്യയെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അവൾക്കൊപ്പം പരിശീലനം ആരംഭിച്ചെങ്കിലും അവന് കോഴ്സ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ആദിത്യയ്ക്ക് സൃഷ്ടിയോട് അസൂയയായിരുന്നുവെന്നും മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും അമ്മാവൻ പറയുന്നു. അതേസമയം സൃഷ്ടിയിൽ നിന്നും ആദിത്യ പണ്ഡിറ്റ് പണം വാങ്ങിയിട്ടുണ്ടെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. സൃഷ്ടിയുടെ ഒരു മാസത്തെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചു. ദീപാവലിക്ക് ഏകദേശം 65,000 രൂപ അവന്റെ കുടുംബാംഗങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. അവനവളെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്ന് ബോധ്യമായി ബാങ്കിനോട് മുഴുവൻ വർഷത്തെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. പണം നൽകാൻ സൃഷ്ടി വിസമ്മതിച്ചതാകാം മരണത്തിന് കാരണം. മരിക്കുന്നതിന് 15 മിനിറ്റ് മുമ്പോൾ അവൾ അമ്മയോടും അമ്മായിയോടും സന്തോഷത്തോടെ സംസാരിച്ചിരുന്നു. താൻ നേരിടുന്ന പീഡനങ്ങളൊന്നും സൃഷ്ടി തന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല. ചില സാഹചര്യങ്ങൾ, ചില കാര്യങ്ങൾ സഹോദരിയോട് സൂചിപ്പിച്ചിരുന്നു. അവളുടെ സുഹൃത്തുക്കളെ കണ്ടപ്പോൾ അവരാണ് അവൾ എത്രത്തോളം ബുദ്ധിമുട്ട് സഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അവനവളെ പരസ്യമായി അപമാനിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. നടുറോഡിൽ കാറിൽ നിന്ന് ഇറക്കിവിട്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. സൃഷ്ടിയുടെ മരണത്തിൽ മറ്റൊരു വനിതാ പൈലറ്റിനും പങ്കുണ്ടെന്നും അമ്മാവൻ ആരോപിക്കുന്നു. നീതിക്കായി കുടുംബം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ സൃഷ്ടി മാംസാഹാരം കഴിച്ചതിൽ കാമുകൻ പരസ്യമായി അപമാനിച്ചിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ആദിത്യയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 2 വർഷം മുമ്പാണ് ഇരുവരും പരിചയപ്പെട്ടത്. ഡൽഹിയിലെ ട്രെയിനിങ്ങിനിടെ ഇരുവരും സുഹൃത്തുക്കളാവുകയും പിന്നീട് ഈ ബന്ധം പ്രണയത്തിലേക്ക് വഴിമാറുകയുമായിരുന്നു. മുംബൈയിലേക്ക് താമസം മാറിയതിനു ശേഷം ആദിത്യയുടെ പെരുമാറ്റം രൂക്ഷമായെന്നാണ് സൃഷ്ടിയുടെ ബന്ധുക്കൾ പറയുന്നത്. ഗുരുഗ്രാമിൽ ഒരു കല്യാണ ചടങ്ങിനിടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മുന്നിൽ വെച്ച് ഇതിന്റെ പേരിൽ അവർ തമ്മിൽ വഴക്കുണ്ടായത്. അന്ന് സൃഷ്ടിയെ ആദിത്യ നടുറോഡിൽ ഇറക്കിവിട്ട് കാർ ഓടിച്ചു പോയി എന്നാണ് കുടുംബം പറയുന്നത്. സൃഷ്ടിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഒരു ദിവസം തലേന്ന് തന്റെ കൂടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാത്തതിന് 12 ദിവസത്തോളം ആദിത്യ യുവതിയുടെ നമ്പർ ബ്ലോക്ക് ചെയ്തിരുന്നു. വലിയ മനോവിഷമത്തിലൂടെയാണ് സൃഷ്ടി അന്ന് കടന്നുപോയതെന്നും കുടുംബം പറയുന്നു. ആദിത്യയോടുള്ള ഇഷ്ടം കാരണം എന്തു വന്നാലും താൻ സഹിക്കുമെന്നൊക്കെ ഒരു കസിനോട് സൃഷ്ടി പറഞ്ഞിരുന്നതായാണ് വിവരം. മരിക്കുന്നതിന് തലേന്നും ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നതായി കുടുംബം വ്യക്തമാക്കുന്നു. എന്തായാലും വനിതാ പൈലറ്റിന്റെ മരണത്തിൽ കൂടുതൽ വ്യക്തത വരികയാണ്. കുടുംബം പ്രതിക്ക് നേരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. വനിതാ പൈലറ്റ് ആകാൻ ശക്തമായ മനസാന്നിധ്യമുള്ള ഒരു പെൺകുട്ടി എന്തിന് ആത്മഹത്യ ചെയ്യണമെന്ന് കുടുംബം ചോദിക്കുന്നതിൽ ന്യായമുണ്ട്. എന്തായാലും കൂടുതൽ അന്വേഷണത്തിൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ പ്രതിയാണെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്.